Hello, students. Welcome to Litloom. A Draft of Kindness by Charles Dickens. നിങ്ങളുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലെസണിലെ ലെറ്റ് us pause and ponder question ആൻസേഴ്സും ലെറ്റ് us revisit ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സുമായിരിക്കും ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലെറ്റ്സ് pause and ponder question നോക്കിയാലോ. How does the family in the cottage welcome Nell and her grandfather? എന്താണ് കുടിലിലെ കുടുംബം നെല്ലിനെയും അവളുടെ മുത്തച്ഛനെയും എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ഉത്തരം എഴുതാം? The family in the cottage welcomes Nell and her grandfather warmly and kindly. കുടിലിലെ കുടുംബം നെല്ലിനെയും അവളുടെ മുത്തച്ഛനെയും വളരെ സ്നേഹത്തോടെയും കരുണയോടെയും സ്വീകരിക്കുന്നു. The eldest boy fetches some milk for them. മൂത്ത മകൻ അവർക്കായി കുറച്ച് പാല് കൊണ്ടുവരുന്നു. The second boy brings 2 stools for them to sit. രണ്ടാമത്തെ മകൻ അവർക്ക് ഇരിക്കാനായി 2 ഇരിപ്പിടങ്ങൾ കൊണ്ടുവരുന്നു. The youngest child looks at them shyly. എന്താണ് ഏറ്റവും ഇളയ കുട്ടി അവരെ നാണത്തോടെ നോക്കുന്നു. The old man speaks kindly, invites the grandfather to sit in the elbow chair and talks to them. വൃദ്ധനായ മനുഷ്യൻ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും മുത്തച്ഛനോട് ചാരുകസേരയിൽ ഇരിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. They share their milk and food with love. അവർ തങ്ങളുടെ പാലും ഭക്ഷണവും സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. Find out from the passage the sentences, phrases, expressions that show kindness. Note down the interesting features of language you have noticed. അപ്പോൾ പാഠഭാഗത്തിൽ നിന്ന് ദയയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന വാക്യങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ കണ്ടെത്തുക. നിങ്ങൾ ശ്രദ്ധിച്ച ഭാഷയുടെ രസകരമായ സവിശേഷതകൾ രേഖപ്പെടുത്തുക എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഏതൊക്കെ സെന്റൻസും ഫ്രേസും ഒക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തേത് the request was no sooner made than granted. എന്താണ് അഭ്യർത്ഥന നടത്തി കഴിഞ്ഞ ഉടൻ തന്നെ അത് അംഗീകരിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താണ്? they immediately agreed to help them. അതായത് അവരെ സഹായിക്കാൻ ആ കുടിലിലുള്ളവർ സമ്മതിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അത് കൈൻഡ്നെസ് കാണിക്കുന്ന ഒരു സെന്റൻസ് അല്ലേ, കരുണ കാണിക്കുന്ന ഒരു സെന്റൻസ് അല്ലേ. ഓക്കെ, അടുത്തത് the eldest boy ran out to fetch some milk. എന്താണ് മൂത്ത ആൺകുട്ടി കുറച്ച് പാല് കൊണ്ടുവരാൻ ഓടിപ്പോയി. അതിന്റെ അർത്ഥം എന്താണ്? the boy helped at once without delay. അപ്പൊ ആൺകുട്ടി ഒട്ടും വൈകാതെ ഉടൻ തന്നെ സഹായിച്ചു. അടുത്തത് the second dragged 2 stools towards the door. അപ്പൊ രണ്ടാമത്തെ ആൺകുട്ടി 2 ഇരിപ്പിടങ്ങൾ വാതിലിനടുത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. they offered them a place to sit. അവർക്ക് ഇരിക്കാനായിട്ട് സ്ഥലം ഒരുക്കി കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് God save you master എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം അങ്ങയെ കാത്തുകൊള്ളട്ടെ യജമാനനെ എന്ന് പറയുന്നുണ്ട്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, the old man greeted them kindly and politely. ഒരു കൈൻഡ് ബിഹേവിയർ ആണ് അല്ലേ. വൃദ്ധൻ അവരെ സ്നേഹത്തോടെയും വിനയത്തോടെയും എന്താ ചെയ്യുന്നേ? അഭിവാദ്യം ചെയ്യുകയാണ്. അടുത്തത് sit thee down master in the elbow chair. അപ്പൊ പറയാണ് മാസ്റ്റർ നിങ്ങൾ ആ ചാരുകസേരയിൽ ഇരിക്കൂ. അത് കൈൻഡ്നെസ് കാണിക്കുന്ന സെന്റൻസ് അല്ലേ. he invited Nell's grandfather to sit in the best chair. അപ്പം ഏറ്റവും ബെസ്റ്റ് ചെയറിൽ സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു കരുണയാണത്. പിന്നെ പറയുന്ന സെന്റൻസ് ദ മിൽക്ക് അറൈവ്ഡ്. പാലെത്തി. പാലെത്തിയ അതിന്റെ അർത്ഥം എന്താണ്? they shared the milk with them. അവരുമായിട്ട് എന്താണ് പാല് പങ്കുവെക്കുകയാണ്. But the woman would not suffer her to go until she had washed the place and applied some simple remedy. എന്താണ്? ആ സ്ഥലം കഴുകി വൃത്തിയാക്കി ഒരു ലളിതമായ മരുന്ന് പുരട്ടുന്നത് വരെ ആ സ്ത്രീ അവളെ പോകാൻ അനുവദിച്ചില്ല എന്ന് പറയുന്ന സെന്റൻസ് ആരുടെ കരുണ കാണിക്കുന്നതാണ്? ആ സ്ത്രീയുടെ, ആ അമ്മയുടെ കരുണ കാണിക്കുന്ന സെന്റൻസ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? The woman cared for Nell's sore foot with great kindness. അതായത് ആ സ്ത്രീ നെല്ലിന്റെ വേദനയുള്ള കാലിനെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പരിപാലിച്ചു. അടുത്തത് they asked me to look out for you. നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഇത് ആര് പറയുന്ന ഡയലോഗാ? നമ്മുടെ ലാസ്റ്റ് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ആള് പറയുന്ന ഡയലോഗാണ്. അതിന്റെ അർത്ഥം അതെന്താണ് ഉദ്ദേശിക്കുന്നത്? the family showed kindness even after Nell and her grandfather had left. അതായത് നെല്ലും അവളുടെ മുത്തച്ഛനും പോയതിന് ശേഷവും എന്താണ് ആ കുടുംബം അവരുടെ കരുതൽ കാണിക്കുകയാണ്. അപ്പൊ കൈൻഡ്നെസ് അവിടെയും കാണാമല്ലോ. അടുത്തത് give me your hand, jump up master. എന്റെ കൈ പിടിക്കൂ, കേറി വരൂ മാസ്റ്റർ എന്നാരാ പറയുന്നത്? ആ ഡ്രൈവർ പറയുന്നുണ്ടല്ലേ. അതിന്റെ അർത്ഥം എന്താണ്? the driver offered them a lift in his cart. അപ്പൊ വണ്ടിക്കാരൻ തന്റെ വണ്ടിയിൽ അവർക്ക് യാത്ര ചെയ്യാൻ അവസരം നൽകുകയാണ്. അതെന്താണ്? അദ്ദേഹം കാണിക്കുന്ന ഒരു കൈൻഡ്നെസ് അല്ലേ. യെസ്.
ഇനി നിങ്ങളുടെ അതിൻ്റെ ബാക്കി ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാഷയുടെ രസകരമായ സവിശേഷതകൾ എഴുതാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നതാണ് യൂസ് ഓഫ് പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ വേർഡ്സ്. അതായത് വിനയവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന വാക്കുകളുടെ ഉപയോഗം അതിലുണ്ട് അല്ലേ. ഗോഡ് സേവ് യു മാസ്റ്റർ, സിറ്റ് ദി ഡൗൺ മാസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ, അവിടെ ഇരിക്കൂ മാസ്റ്റർ എന്നൊക്കെ പറയുന്നില്ലേ. ദീസ് എക്സ്പ്രഷൻസ് ഷോ റെസ്പെക്ട് ആൻഡ് വാംത്. അപ്പം ഈ പ്രയോഗങ്ങൾ ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. അടുത്തത് എന്താണ്? യൂസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഉപയോഗം ഇതിൽ വരുന്നുണ്ട്. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇസ് യൂസ്ഡ് വിച്ച് മേക്സ് ദി സ്റ്റോറി ക്ലിയർ ആൻഡ് ഈസി ടു ഫോളോ. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് കഥ വ്യക്തമായും എളുപ്പത്തിലും പിന്തുടരാൻ സഹായിക്കുന്നു. മൂന്നാമത്തേത് പറയുവാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസസ് അബൌട്ട് ആക്ഷൻസ്. അതായത് പ്രവർത്തനങ്ങളെ വിവരിക്കുന്ന പ്രയോഗങ്ങളുണ്ട് ഇതിൽ. അതായത് റാൻ ഔട്ട് ടു ഫെച്ച്, ഡ്രാഗ്ഡ് ടു സ്റ്റൂൾസ്, വാഷ് ദ പ്ലേസ് ആൻഡ് അപ്ലൈഡ് എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസസ് അല്ലേ. അതായത് കൊണ്ടുവരാൻ ഓടിപ്പോയി, 2 ഇരിപ്പിടങ്ങൾ വലിച്ചു കൊണ്ടുവരുന്നു, സ്ഥലം കഴുകി മരുന്ന് പുരട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പം ദീസ് ഫ്രേസസ് ഷോ കൈൻഡ്നെസ് ത്രൂ ആക്ഷൻസ്. എന്താണ്? ഈ പ്രയോഗങ്ങൾ കഥാപാത്രങ്ങളുടെ ദയയും കരുതലും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കുന്നു. അടുത്തതാണ് കൈൻഡ് ആൻഡ് ജെന്റിൽ ടോൺ. സ്നേഹവും സൗമ്യതയും നിറഞ്ഞ ഭാഷാ ശൈലി ഈ ഒരു കഥയിലുണ്ട്. എന്തൊക്കെയാണ്? വേർഡ്സ് ലൈക്ക് കൈൻഡ്ലി, കെയർഫുള്ളി, ജെന്റിൽ ഹാൻഡ്, ഗോഡ് ബ്ലെസ് യു. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ. എന്താണ്? ഈ വാക്കുകൾ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ഒരു വികാരം സൃഷ്ടിക്കുന്നു. പിന്നെ പറയാം ഇഫക്റ്റീവ് യൂസ് ഓഫ് ഡയലോഗ്. അതായത് സംഭാഷണത്തിന്റെ ഫലപ്രദമായ ഒരു ഉപയോഗം ഇതിലുണ്ട് അല്ലേ. ഡയലോഗ് ഈസ് യൂസ്ഡ് എഫക്റ്റീവ്ലി. ദി ക്യാരക്ടേഴ്സ് വേർഡ്സ് ഷോ ദിയർ ഗുഡ് ഹാർട്ട് ആൻഡ് ഹെൽപ്ഫുൾ നേച്ചർ. എന്താണ്? സംഭാഷണം എങ്ങനെയാണ് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിരിക്കുന്നു. കഥാപാത്രങ്ങളുടെ വാക്കുകൾ അവരുടെ നല്ല മനസ്സും സഹായിക്കാനുള്ള മനോഭാവവും വ്യക്തമാക്കുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് ഈ സെന്റൻസസും ഫ്രേസസും ഒക്കെ ഇത്ര എഴുതാൻ പറ്റിയില്ലെങ്കിലും മെയിൻ ആയിട്ടുള്ള സെന്റൻസസ് എഴുതിയാലും മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. She felt a tranquil air of comfort and content to which she had long been unaccustomed. What do you think might happen next and why? അപ്പോൾ നിങ്ങളുടെ ആ പോസ് ആൻഡ് പോണർ ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഉത്തരം അതിനുശേഷമുള്ള കഥയായിട്ടാണ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ചോദ്യം എന്താണ്? വളരെ കാലമായി പരിചയമില്ലാതിരുന്ന ശാന്തമായ ആശ്വാസത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു അന്തരീക്ഷം അവൾക്ക് അനുഭവപ്പെട്ടു എന്നൊരു ലൈൻ ഉണ്ടല്ലോ. അപ്പം അടുത്തതായി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ കരുതുന്നു? എന്തുകൊണ്ട്? അപ്പം എന്താണ് സംഭവിക്കുന്നത് ആ സ്റ്റോറിക്ക് ശേഷം എന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ ഞാൻ വായിക്കാം. Next, Nell and her grandfather will thank the kind family and continue their journey. അപ്പോൾ അടുത്തതായിട്ട് നെല്ലും അവളുടെ മുത്തച്ഛനും ദയയുള്ള ആ കുടുംബത്തോട് നന്ദി പറയുകയും അവരുടെ യാത്ര തുടരുകയും ചെയ്യും. Although the family invites them to stay, Nell's grandfather is anxious to go farther away from their troubles, so they decide to leave. അപ്പം കുടുംബം അവരോട് അവിടെ താമസിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ അകലെ പോകാൻ നെല്ലിന്റെ മുത്തച്ഛൻ ആഗ്രഹിക്കുന്നതിനാൽ അവർ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. Because of their kindness, the family asks a cart driver to look out for them, and he gives them a ride towards the next town where their uncertain journey will continue. അപ്പൊ കുടുംബത്തിന്റെ ദയ കാരണം ഒരു വണ്ടിക്കാരനോട് അവരെ ശ്രദ്ധിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. വണ്ടിക്കാരൻ അവരെ അടുത്ത പട്ടണത്തിലേക്ക് തൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു. അവിടെ അവരുടെ അനിശ്ചിതമായ യാത്ര തുടരും. This will happen because Nell and her grandfather must keep moving to escape their problems and find safety. അപ്പം നെല്ലും അവളുടെ മുത്തച്ഛനും തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തുന്നതിനായി യാത്ര തുടർന്നുകൊണ്ടിരിക്കേണ്ടതിനാലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ആ ഒരു സ്റ്റോറി ഞാൻ ആൻസറായിട്ട് നിങ്ങൾക്ക് തന്നതാണ്. അപ്പം നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ വേറെ ആൻസർ എഴുതാവുന്നതുമാണ്. ഇനിയും ലെറ്റ്സ് റീവിസിറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, Nell often answers questions for her grandfather. What insight into her character does this trait provide? എന്താണ്? നെല്ല് പലപ്പോഴും തൻ്റെ മുത്തച്ഛന് വേണ്ടി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ഈ സ്വഭാവം നെല്ലിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്താണ് വ്യക്തമാക്കുന്നത്? എന്തെഴുതാം നമുക്ക് ഉത്തരം? This shows that Nell is a kind and caring girl. എന്താണ്? നെല്ല് ദയയും കരുതലുമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഇത് കാണിക്കുന്നു. She is thoughtful and responsible. അവൾ
ചിന്താശീലയും ഉത്തരവാദിത്വ ബോധമുള്ളവളുമാണ്. She takes care of her old and weak grandfather. അവള് പ്രായമായും ദുർബലനായുമുള്ള തൻ്റെ മുത്തച്ഛനെ നന്നായിട്ട് പരിപാലിക്കുന്നു. She is polite, brave and helpful. അവൾ വിനയമുള്ളവളും ധൈര്യശാലിയും സഹായ മനസ്കയുമാണ്. It also shows her deep love and affection for her grandfather. എന്താണ്? ഇത് അവളുടെ മുത്തച്ഛനോടുള്ള ആഴത്തിലുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നു. Second question, what does the woman hold Nell back for some time? ആ സ്ത്രീ എന്തുകൊണ്ടാണ് നെല്ലിനെ കുറച്ച് സമയം അവിടെ നിർത്തുന്നത്? എന്തുകൊണ്ടാണ്? പിക്ചർ നോക്കിക്കോ. The woman notices that Nell's little foot is blistered and sore from the long walk. എന്താണ്? ദീർഘനേരം നടന്നതിനെ തുടർന്ന് നെല്ലിന്റെ ചെറിയ കാല് കുമിള വന്ന് വേദനിക്കുന്നതായി ആ സ്ത്രീ ശ്രദ്ധിക്കുന്നു. Being a mother, she feels pity for her and does not let her go immediately. അപ്പം ഒരമ്മയായതിനാൽ അവൾക്ക് നെല്ലിനോട് സഹതാപം തോന്നുകയും ഉടൻ പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. She washes Nell's foot and applies a simple remedy with a gentle hand so that Nell can walk without pain. അപ്പം നെല്ലിന് വേദനയില്ലാതെ നടക്കാൻ കഴിയുന്നതിനായി അവൾ നെല്ലിന്റെ കാല് കഴുകി വളരെ സ്നേഹത്തോടെ ഒരു ലളിതമായ മരുന്ന് പുരട്ടുന്നു. The woman's kindness shows her care and love for Nell like a mother. എന്താണ്? ആ സ്ത്രീയുടെ ദയയും കരുതലും നെല്ലിനോടുള്ള അമ്മയുടെ സ്നേഹത്തിന് തുല്യമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു. Third question, being human means understanding the hardships of our fellow beings and helping them in their need. How is this idea conveyed through the characters and incidents in this extract? അപ്പം മനുഷ്യനാവുക എന്നതിനർത്ഥം സഹജീവികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അവരുടെ ആവശ്യ സമയത്ത് അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ആശയം ഈ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതാം. The idea is beautifully shown in the kindness of the cottage family and the cart driver. ഈ ആശയം കുടിലിലെ കുടുംബത്തിൻ്റെയും വണ്ടിക്കാരൻ്റെയും ദയയിലൂടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. The cottage family welcomes Nell and her grandfather even though they are strangers and very poor. അപ്പം നെല്ലും അവളുടെ മുത്തച്ഛനും അപരിചിതരും വളരെ ദരിദ്രരുമായിരുന്നിട്ടും കുടിലിലെ കുടുംബം അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. The old man talks to them kindly and shares his sorrows, showing sympathy and understanding. അപ്പം വൃദ്ധൻ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും തൻ്റെ ദുഃഖങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതിയും മനസ്സിലാക്കാനുള്ള കഴിവും കാണിക്കുന്നു. The woman notices Nell's blistered foot and gently washes and treats it like a mother. അപ്പം നെല്ലിൻ്റെ കുമിള വന്ന കാല് ശ്രദ്ധിച്ച ആ സ്ത്രീ ഒരമ്മയെ പോലെ സ്നേഹത്തോടെ അത് കഴുകി ചികിത്സിക്കുന്നു. The children help by bringing milk and stools without being asked. അപ്പം ആരും ആവശ്യപ്പെടാതെ തന്നെ കുട്ടികൾ പാലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കൊണ്ടുവന്ന് സഹായിക്കുന്നു. The family asks the cart driver to look out for them, showing their concern even after they leave. അപ്പം നെല്ലും മുത്തച്ഛനും പോയതിനു ശേഷവും അവരെ ശ്രദ്ധിക്കണമെന്ന് കുടുംബം വണ്ടിക്കാരനോട് ആവശ്യപ്പെടുന്നു. ഇത് അവരുടെ കരുതൽ കാണിക്കുന്നു. The cart driver stops his cart, offers them a ride and directs them to the town. അപ്പോൾ വണ്ടിക്കാരൻ തൻ്റെ വണ്ടി നിർത്തി അവർക്ക് യാത്ര ചെയ്യാൻ അവസരം നൽകുകയും പട്ടണത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. Through these acts, Dickens shows that true humanity lies in kindness, compassion and helping others in need. എന്താണ്? ഈ പ്രവർത്തനങ്ങളിലൂടെ ദയയിലും സഹാനുഭൂതിയിലും ആവശ്യത്തിലായിരിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്നതിലുമാണ് യഥാർത്ഥ മനുഷ്യത്വം നിലകൊള്ളുന്നത് എന്ന് ചാൾസ് ഡിക്കൻസ് വ്യക്തമാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, choose 2 phrases or expressions that you find memorable in the extract. Write them down and explain how they add depth to the scene. അപ്പം പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന 2 വാക്യഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ തിരഞ്ഞെടുക്കുക. അവ എഴുതുകയും അവ രംഗത്തിന്, അതായത് ആ സീനിന് എങ്ങനെയാണ് കൂടുതൽ ആഴം നൽകുന്നതെന്ന് വിശദീകരിക്കുകയും ചെയ്യുക. അപ്പം ആൻസർ ഇങ്ങനെ എഴുതാം. ഒന്നാമത്തെ ആൻസർ, she felt a tranquil air of comfort and content to which she had long been unaccustomed.
അതായത് വളരെ കാലമായിട്ട് പരിചയമില്ലാതിരുന്ന ശാന്തമായ ആശ്വാസത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു അന്തരീക്ഷം അവൾക്ക് അനുഭവപ്പെട്ടു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ലൈനാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? This shows how Nell feels safe and peaceful in the humble cottage after a long tiring journey. അപ്പം ദീർഘവും ക്ഷീണിപ്പിക്കുന്നതുമായ യാത്രയ്ക്ക് ശേഷം ലളിതമായ ആ കുടിലിൽ നെല്ലിന് സുരക്ഷിതത്വവും സമാധാനവും അനുഭവപ്പെടുന്നതായി ഇത് കാണിക്കുന്നു. It brings out her deep need for rest and the warmth she receives from the family. അപ്പോൾ അവൾക്ക് വിശ്രമം എത്രത്തോളം ആവശ്യമായിരുന്നുവെന്നും കുടുംബത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ച സ്നേഹവും ഊഷ്മളതയും എത്രത്തോളം വിലപ്പെട്ടതാണെന്നും ഇത് വ്യക്തമാക്കുന്നു. The woman would not suffer her to go until she had washed the place and applied some simple remedy. ഇതാണ് അടുത്ത ലൈൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ആ സ്ഥലം കഴുകി ഒരു ലളിതമായ മരുന്ന് പുരട്ടുന്നതുവരെ ആ സ്ത്രീ അവളെ പോകാൻ അനുവദിച്ചില്ല. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് ഹൈലൈറ്റ്സ് ദി വുമൻസ് കൈൻഡ്നസ് ആൻഡ് മദർലി ലവ്. അതായത് ഇത് ആ സ്ത്രീയുടെ ദയയും അമ്മയുടെ സ്നേഹത്തിന് തുല്യമായ കരുതലും വ്യക്തമാക്കുന്നു. Her gentle care for Nell's blistered foot shows true compassion and makes the scene very touching. അതായത് നെല്ലിന്റെ കുമിള വന്ന കാലിനോടുള്ള അവളുടെ സ്നേഹപൂർവമായ പരിചരണം യഥാർത്ഥ സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ഈ രംഗത്തെ വളരെ ഹൃദയസ്പർശിയാക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഈ രണ്ട് ഫ്രേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോത്ത് ഫ്രേസസ് ഷോ കൈൻഡ്നസ്, കെയർ ആൻഡ് വാംത്ത്. അപ്പം രണ്ട് പ്രയോഗങ്ങളും ദയയും കരുതലും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. They make the scene feel real and bring out Nell's tiredness and the goodness of the people she meets. അതായത് ഈ ഒരു സീൻ കൂടുതൽ യാഥാർത്ഥ്യമുള്ളതാക്കുകയും നെല്ലിന്റെ ക്ഷീണവും അവൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ നന്മയും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്ര എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്.